ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നലെ ഇവിടെ കുറച്ച് മത്തി കിട്ടിയായിരുന്നു. വ്യാഴാഴ്ചയായിരുന്നു. ഇവിടെ ആരും നോൺ വെജ് കഴിക്കാത്ത കാരണം നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചു. ഇപ്പം ഞാനത് കണ്ടിക്കാൻ പോകുന്നത്. അതിൻ്റെ എത്ര വലുപ്പം ഉണ്ടെന്ന് നോക്കണേ. മീൻ ഇതുണ്ടോ? ഒരു മത്തി ഉണ്ടോ? ഒരു അയിലയുടെ വലിപ്പമുണ്ട്. ഒരു കിലോ മത്തി എത്ര എണ്ണം വന്നെന്നറിയോ? 4, 5, 6, 7, 8, 9, 10 എണ്ണം. അത്രയും വലുപ്പമുണ്ട്. അല്ല, ഇത് കണ്ടോ? ഭയങ്കര വലുപ്പം. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തല്ലോ. കണ്ടോ? മത്തി അണ്ടിച്ചു. ഇനി നമുക്കൊന്ന് ഒരു ഡിഫറെൻ്റായിട്ട് വയ്ക്കാം. അത് ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തു. ഇതാ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നു. പിന്നെ കുറച്ച് ഇഞ്ചി, അത് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുന്നു. ഒരു ചെറിയ സവാള കണ്ടിച്ചു, മിക്സിയിലിട്ട് കൊടുത്തു. ഒരു തക്കാളി എടുത്തു. ഉണ്ടോ? പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അതും മല്ലിപ്പൊടിയല്ല, മഞ്ഞൾപ്പൊടി. പിന്നെ കുറച്ച് മുളക് പൊടി. നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഇതുണ്ട്, എല്ലാം കൂടെ അങ്ങ് അരച്ചു നല്ലപോലെ മഷ് കൊണ്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ചട്ടിയെടുത്ത് അടുപ്പി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ചട്ടിയിലോട്ട് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തണുപ്പ് കാരണം ഭയങ്കര ഉണ്ടോ? വെച്ച് കൊടുക്കാം. തിരി വെച്ച് നീട്ടി കൊടുത്തു. നമുക്ക് ഒരു 4-5 കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നു. ഉണ്ടോ? ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുവും ഉലുവയും എടുത്തിട്ട് അപ്പോഴത്തെ 2 പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും കരിവേപ്പിലയും മൂത്ത് കിട്ടി. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഇതങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് ഇത് എണ്ണയിൽ കിടന്ന് കുറച്ച് മൂപ്പിക്കാം. കണ്ടോ? കുറച്ച് നേരം ഇത് എണ്ണയിൽ കിടന്ന് കുറച്ച് നേരം നല്ലപോലെ അങ്ങ് മൂക്കണം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ പച്ച ചവ മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കണ്ടോ? ഒന്ന് മൂത്ത് കിട്ടി. ഇനി നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പുളി വെള്ളം ഒഴിച്ച് കൊടുത്തു. കണ്ടോ? പിന്നെ മിക്സിക്കകത്തുള്ള കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് നല്ലപോലെ തിളയ്ക്കാൻ വിടാം. കണ്ടോ? നല്ലപോലെ തിളയ്ക്കാൻ വിടാം. അരപ്പ് നല്ലപോലെ തിളച്ച് വന്നു. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. തിളച്ചു. നമുക്കിനി ഞാൻ കൂടുതലെടുത്തിട്ടുള്ള മീൻ തലയാണ്. മീൻ തല ഇട്ട് കൊടുക്കുന്നു. എല്ലാ മീൻ തലയും കൂടെ നമുക്ക് എല്ലാ മീൻ തലയും 2 മീനിൻ്റെ കഷ്ണങ്ങളും ഉള്ള അതും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ കഷ്ണവും മീനും മീനിൻ്റെ തലയും കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. നമുക്കിനി ചാറ് കോരി ഇതിൻ്റെ മേളിലോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ? ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. മീൻ നല്ല കിടന്ന് തിളയ്ക്കുന്നുണ്ട്. കണ്ടോ? നമുക്കിനി ഇത് ഒരു കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. ഓക്കെ, നമ്മുടെ മീൻ കറി റെഡിയായി. നമുക്കിനി ഒരു ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത്
കട്ടിയായിരിക്കുന്ന കാരണം വീഴുന്നില്ല. നമ്മളെ അടിപൊളി മീൻ കറി റെഡിയായി. എല്ലാവരും ഇഷ്ടപ്പെട്ടവർ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് അടിക്കണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.